പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പാദനിസ്വനങ്ങൾ നിശബ്ദതയുടെ ഒരു സ്വരമായിട്ട് നമുക്ക് വിവേചിക്കാൻ കഴിയുന്നിടത്ത് വെച്ച് നമ്മുടെ ആധ്യാത്മിക മനുഷ്യൻ ഉണർച്ച പ്രാപിച്ചു വരുന്നുവെന്ന് നമ്മൾക്ക് കരുതാൻ പറ്റും. പക്ഷേ എന്താണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ആ വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ആ സാക്ഷ്യം ആൽബിൻ കൂനമ്പാവ്, നമ്മുടെ ചവറേച്ചൻ്റെ ശുശ്രൂഷ കേന്ദ്രത്തിലെ കൂനമ്പാവയുടെ വക ഇവിടെ നിന്നുള്ള കുറേ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കുറേ സാക്ഷ്യങ്ങൾ, നല്ല കരുത്തിട്ട സാക്ഷ്യങ്ങൾ കൂനമ്പാവിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതിലൊരു സാക്ഷ്യം ആൽബിൻ പറഞ്ഞതാണ്. ആൽബിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘട്ടങ്ങളെ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്നലെ ഡെലിവർ ചെയ്ത സാക്ഷ്യമാണ്. ഇപ്പം ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു. സാക്ഷ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിഷയം, അദ്ദേഹം ടോട്ടലായിട്ട് അദ്ദേഹം മനുഷ്യൻ്റെ ജഡിക മനുഷ്യനാണ്. ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ജഡിക മനുഷ്യൻ്റെ ലോകത്താനല്ല, ദൈവത്തിന് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു 30% സ്പേസ് മാത്രം ദൈവത്തിന് കൊടുക്കുകയും ബാക്കി 70% നമ്മളുടെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ധരിച്ചിട്ട് മൊത്തം മസിൽ പവർ, മണി പവർ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് സ്വന്തം ജീവിത വിജയത്തിന് വേണ്ടി തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുന്ന മനുഷ്യരാണ് ജഡിക മനുഷ്യർ. അവർ ചെയ്യണ തെറ്റാണെന്നല്ല, മാനുഷ്യമായിട്ടൊക്കെ ശരിയാണ്, ദൈവികമായിട്ടത് തെറ്റായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി. ഇപ്പോൾ ചില പൊട്ടന്മാർ പറഞ്ഞു, അത് ദൈവം തന്നതല്ലേ, പിന്നെ എന്താ കുഴപ്പം, അതിലെല്ലാം ആശ്രയിക്കുമ്പോൾ ദൈവത്തെ തന്നെയല്ലേ നമ്മൾ ബഹുത്വപ്പെടുത്തുന്നത്. നോ. അവിടുത്തെ വരുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നിങ്ങൾ തന്നെ ചിലർ അപ്പന്മാരോട് കാർക്കശ്യമായിട്ട് പറയും, എന്താ, ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ ജയിച്ചു, കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പറയും. അങ്ങനെ പറയുന്ന കുറേ വിഡ്ഢിയാന്മാരുണ്ട്. ഞാൻ പഠിച്ചു, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, ഞാൻ ജയിച്ചു, കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചില വിഡ്ഢിയാന്മാരുടെ പ്രശ്നം, അവർ നാക്ക് കൊണ്ട് എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും, ജീവിതം കൊണ്ട് തോറ്റുകൊണ്ടിരിക്കും. കാര്യം ഇതെല്ലാം കേൾക്കുന്ന ഒരാളുണ്ടല്ലോ. നീ വന്ന വഴികളിലൂടെ എല്ലാം നിനക്ക് കാവൽ നിന്നുകൊണ്ട് നിൻ്റെ പഠനങ്ങൾക്കും ഭക്ഷണത്തിനും വിശ്രമത്തിനും എല്ലാം കാവൽ നിന്ന ആൾക്കാരുണ്ടല്ലോ കുടുംബത്തിൽ. അവരുടെ അധ്വാനത്തെ മറന്നാണ് നിൻ്റെ ബൗദ്ധിക പങ്കത്വം കെട്ടി എഴുന്നള്ളിക്കണത്. അങ്ങനെ നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കരുത്. അതിന് മത്സരമെന്നാണ് പറയുന്നത് ബൈബിളിൽ. അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുള്ള മത്സരം, അല്ലെങ്കിൽ അവരെ ഇടിച്ചു താത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ കേമത്വം കെട്ടി എഴുന്നള്ളിക്കുന്നതിന് ദൈവത്തെ മറന്നുള്ള ഒരു മത്സരമാണ്. ഒരിക്കലെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അനുതാപം തോന്നണം. പക്ഷേ അനുതാപം തോന്നണമെങ്കിലുള്ളൊരു കുഴപ്പം, നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് അനുതപിക്കാനൊന്നും പറ്റത്തില്ല. അനുതാപത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ്. ആത്മാവിനെ തുറക്കണത്
ദൈവം പ്രവേശിക്കുന്നത് അനുതാപത്തിന് താക്കോൽ കൊണ്ട് തുറന്നാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അകത്തിട്ട് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ദൈവത്തോട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കലാപരിപാടി എന്ന് പറയണത് അകത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് ദൈവത്തിനെ പുറത്ത് നിർത്താനേ പറ്റത്തുള്ളൂ. പക്ഷെ തുറന്ന് കയറുക എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല സാധനം. അതുകൊണ്ടാണ് വെളിപാട് പറയണത്, വാതിൽക്കൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്ന് തന്നാൽ 2 സെക്ഷനാണ് ഉള്ളത് അനുതാപത്തിന്. ഒന്ന് നമ്മളുടെ ഒരു തുറവിയും പിന്നെ ദൈവത്തിൻ്റെ ഒരു തുറവിയും. 2 തുറവികളുണ്ട്. ഒന്ന് നമ്മൾ അനുവദിക്കണം. ദൈവം ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് ഒന്നും അകത്ത് കയറത്തി അനുതാപമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. അതുകൊണ്ട് 3:20 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വെളിപാട് 3:19. വെളിപാട് 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്ന് പറഞ്ഞ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇതിന് വരുന്ന വിഷയം ഒന്നുകൂടി ആ വചനം ഒന്നുകൂടി വായിച്ച 19. ഞാൻ സ്നേഹിക്കുന്നവരെ, ഒന്ന് പറഞ്ഞേ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് 2 കാര്യങ്ങൾ വരാം. എന്താണ്? ശാസന വരാം, വഴക്ക് വരാം, പിന്നെന്താണ്? ശിക്ഷ വരാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ശാസനയും ശിക്ഷയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ അതിനോട് പിന്നെ പതുക്കെ ശാസനയും ശിക്ഷയുമുള്ള ന്യായത്തിനായി ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ദുഃഖവും കഷ്ടപ്പാടും തന്നെയാണല്ലോ വരണത്. നമ്മുടെ വഴിയിൽ പിന്നെയും ക്ലേശമാണല്ലോ. അപ്പോൾ പ്രാർത്ഥന കൂടുമ്പോഴാണ് ക്ലേശങ്ങൾ വരണതെന്ന് ചില വിഡ്ഢിയാന്മാരായ ബ്രദേഴ്സ് വീടുകളിൽ കയറി ഇറങ്ങി അബലകളായ സ്ത്രീകളെ ഉപദേശിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യും. ഇതൊക്കെ അന്നും ആദിമസഭയിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ശാസനകളെ ഈ ദൈവസ്നേഹമുള്ളവരെ ഇപ്പം എന്താ പറയണത്, ഇപ്പം നിനക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ശാസന കിട്ടിയ ആളാണ്, നീ പഠിച്ചിട്ടും തോറ്റുപോയി, 1 മാർക്കിന് നീ വീണുപോയി, 1 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനോ. അപ്പോൾ ഇനി ഞാനെന്തിനാ പഠിക്കണത്, ഞാനെന്തിനാ പ്രാർത്ഥിക്കണത്, എനിക്ക് അത്തരം ദൈവത്തെ എന്തിനാ? നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി ഇനാം വെച്ചിയെ പോലെ തലകുമ്പിട്ട് അങ്ങനെ ഇരിക്കും. അത് ശാസനയുടെ കാലങ്ങളിൽ ചില ആൾക്കാർ കാണിക്കുന്ന ബോഡി ലാംഗ്വേജാണ്. പള്ളിയില്ല, പട്ടക്കാരനില്ല, എവിടെയെങ്കിലും ഒരു തട്ട് കിട്ടിയാൽ മതി. ഒന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ മരിച്ചു കാണും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ലോകത്തിൽ മരിച്ചു പോയി കാണും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അന്ന് പോലും ധാർമ്മിക രോഷം കൊണ്ട് നടക്കുകയാണ്. എന്ത് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, എന്തൊരു വൃത്തിയുള്ള മനുഷ്യൻ, ഇവനേക്കാൾ എത്രയോ ദുഷ്ടന്മാർ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, അവന്മാർക്കൊരു കുഴപ്പമില്ല, നല്ലവരെയും കൊണ്ട് ദൈവം പോയി, ഇതെന്തൊരു ദൈവമാണ്. ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു കാര്യവും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പതുക്കെ മാറുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും വരണ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മാറാൻ നമുക്ക് ഒരു 10,000 കാര്യങ്ങൾ വേണേൽ പറയാൻ പറ്റും. ദൈവത്തോട് അടുക്കാൻ ഒറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തോട് അടുക്കാൻ ഒരു കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് എൻ്റെ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിന് ഉള്ളൊരു പ്രത്യേകത, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറ്റിക്കൽ ഫെയ്ത്ത് അല്ല. ഒരു ഇഷ്യൂ അതിനെ എങ്ങനെയാണ്, ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞു എന്നിട്ട് പിന്നെ എന്താണ് അവശേഷിക്കണത്. പണ്ട് ഈ കമ്പിത്തിരി എന്ന് പറഞ്ഞ സംഭവമാണ്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടോ കമ്പിത്തിരി? ഉണ്ടോ ഇപ്പോൾ? ഉണ്ടോ? കമ്പിത്തിരിക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കത്തി ഭയങ്കരമായിട്ട് നക്ഷത്രങ്ങളൊക്കെ ചീറ്റി ഭംഗിയായിട്ട് പോയാലും ആ കമ്പി അവശേഷിക്കും, ഇല്ലേ?
ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ കമ്പി പെറുക്കി കൊണ്ടുപോയി പാലുമിഠായി മേടിക്കുമായിരുന്നു. അന്നത്തെ ഒരു കുഞ്ഞുങ്ങളുടെ പരിപാടിയായിരുന്നു. ഈ പെരുന്നാൾ കഴിയുമ്പോൾ പള്ളിമുറ്റത്ത് പോയി കമ്പിത്തിരി പെറുക്കിയെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ഈ പാലുമിഠായിക്കാരൻ ഇങ്ങനെ വലിച്ചാൽ നീളം മിഠായിക്ക് വരുമല്ല ചുറ്റിയിൽ ഒരു ക്ലാറിനറ്റൊക്കെ വായിച്ചുകൊണ്ട് ആൾ വരും. ഇപ്പോഴൊന്നും ഇല്ല. അപ്പോഴേ കത്തിയാലും കമ്പി അവശേഷിക്കും. അത് വേണമെങ്കിൽ പിന്നെ നമുക്ക് മരുന്ന് ചുറ്റി കമ്പിത്തിരി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കത്തൽ വന്നാലും കമ്പി അവശേഷിക്കും. അതാണ് വിശ്വാസം എന്ന് പറയണത്. ഒരു മരണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അടുപ്പമുള്ള ആൾക്കാർ പോയി, നമ്മൾ കുറച്ച് ദിവസം നിലവിളിച്ചൊക്കെ നടന്ന്, പിന്നെ പള്ളിയും വേണ്ട, പ്രാർത്ഥനയും പോകും. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ചേട്ടന് തന്നില്ലല്ല, ആ കുഞ്ഞ് മരിച്ചു പോയല്ല എന്നൊക്കെ പോയി നിലയെ വിളിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട മരണങ്ങളിൽ പിന്നീട് വിശ്വാസം കുറഞ്ഞു പോയ ആ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ജപ്തി നടപടിക്ക് ശേഷം, അല്ലെങ്കിൽ ആ പരീക്ഷ തോൽവിക്ക് ശേഷം, അല്ലെങ്കിൽ ആ ജോലി നഷ്ടത്തിന് ശേഷം വിശ്വാസം കൂടിയാന്ന് നീ ആത്മശോധന ചെയ്യണം. കുറഞ്ഞെങ്കിൽ ഇനി കാര്യം വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചിട്ട് ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ദൈവം ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഒരിക്കൽ വിശ്വാസം ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യത്തിൽ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണം. ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ദൈവം പഴയ ഫയൽ എങ്ങനെയുണ്ടെന്ന് നോക്കും, വെറുതെ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ +1 ചേരാൻ ചെന്നപ്പോൾ മാർക്ക് കുറവാണ്, ഇവന് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാനേജറും പ്രിൻസിപ്പളും ഒറ്റയടിക്ക് പറഞ്ഞു. അപ്പോഴാരെങ്കിലും അധ്യാപകർ നമ്മളോട് അല്പം താപമുള്ളവർ നമ്മളറിയാവുന്ന പറഞ്ഞു, സാറേ അവൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, അവൻ്റെ മറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് നോക്കിക്കുക, അവൻ്റെ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള അവൻ ജില്ലയിലൊക്കെ കളിക്കാൻ പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, സ്പോർട്സിന് പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടത്. ഇപ്പം ഗ്രേസ് മാർക്കാണ് നോക്കണത്. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുകയാണ്, പക്ഷെ അവൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് നോക്കും ദൈവം. അത് ദൈവത്തിൽ നോക്കുന്ന പരിപാടിയാണ്, മനുഷ്യന് മാത്രമല്ല. ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റ്, നമുക്ക് പഠിക്കാതെ തോറ്റതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യാസത്തിൽ തോറ്റതായിരിക്കും. പക്ഷേ നമുക്കൊരു മേൽക്കൈ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലം ഫിഗേഴ്സ് നോക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വിഷയത്തിൽ അല്ലാതെ മറ്റ് ഗുണങ്ങൾ എന്തെങ്കിലും നിനക്കുണ്ടോ. എന്താ പറയണം കാര്യത്തിൽ ഈ ആൽബി എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നുള്ള സാക്ഷ്യം പറഞ്ഞില്ല, അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഹുസൈൻ പറഞ്ഞത്. ആൽബിയുടെ പ്രശ്നം, ആൽബിക്ക് ഇപ്പോൾ ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഒറ്റ ജ്വരം മാത്രമേ ഉള്ളൂ. എന്താ ജ്വരം? DRDയിൽ സെൻട്രൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി വേണം, ഒരു ഉദ്യോഗസ്ഥനാകണം. അത് പുള്ളിയുടെ സ്വപ്നമാണ്. അപ്പം വേറെ കുറേ ടെസ്റ്റൊക്കെ പുള്ളി എഴുതുന്നുണ്ട്. പുള്ളിക്ക് ജോലി സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കൊക്കെ കിട്ടിയതാണ്, പക്ഷേ ആ ജോലിക്ക് ശമ്പളം കുറവാണ്, ആ ജോലിക്ക് പുള്ളിക്ക് ടേസ്റ്റ് ഇല്ല. എങ്കിലും ജോലിക്ക് പോകണമൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടിയാണ് ഈ പഠിത്തം മുഴുവൻ പഠിച്ചു കൂട്ടണത്. ആദ്യത്തെ പഠിത്തം കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ് പുള്ളി ഒരു റാങ്കിന് താഴെ പോയി. അവിടെ ഭയങ്കര സ്ക്രീനിങ്ങും അല്ലേ, ഒരു റാങ്കിന് താഴെ പോയി. പുള്ളിക്ക് ഭയങ്കര ഡെസ്പായ ആൾ. പിന്നെ അടുത്ത 3 കൊല്ലത്തിൽ ഒരിക്കലെ ടെസ്റ്റുള്ളു. 2016 പുള്ളിക്ക് ടെസ്റ്റ് തുടങ്ങിയതാണ് പുള്ളിക്കാരൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടി 2016 തുടങ്ങിയതാണ്. 16 കഴിഞ്ഞിട്ട് 19, ആ 16 ടെസ്റ്റ് ഒരു റാങ്കിന് പോയി. പിന്നെ 16 തൊട്ട് 19 വരെ അടുത്ത കോൾ ഫോർ എക്സാം കാത്തിരുന്നുകൊണ്ട് പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 3 കൊല്ലം പള്ളി പോക്കില്ല, കുടുംബ പ്രാർത്ഥനയില്ല, പഠിത്തത്തോട് പഠിത്തം. അതെല്ലാം പുള്ളി പറയുന്നുണ്ട്, സുന്ദരമായ സാക്ഷ്യമാണ്. അമ്മ പറയും, എടാ ഇത് ഞായറാഴ്ചയാണ്. അപ്പോൾ പറയും എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയും. എടാ ഇന്ന് ഞായറാഴ്ചയാണെന്ന് അമ്മയും 3 കൊല്ലം 2016 തൊട്ട് 19 വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മമാർ പറയുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് പറയാണ്ടിരിക്കരുത്. നിങ്ങളുടെ ജോലി
പറയുകയെന്ന് മാത്രമാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ കടമയാണത്. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ വിശ്വാസ തകർച്ചയിൽ നിങ്ങൾക്കും വിശ്വാസ തകർച്ച സംഭവിച്ചു എന്നാവും. അപ്പോൾ അമ്മയും മകനെയും വിശ്വാസ തകർച്ചയാവും. പിന്നെ ദൈവത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. തള്ളയും തീരുമാനമായില്ല, തള്ളയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ തള്ളമാരൊരിക്കലും വീഴരുത്. മക്കൾ വീണാലും അമ്മമാർ വീഴരുത്. മനസ്സിലായാ? അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാർ അല്ലെങ്കിൽ അനിയത്തിമാർ പെങ്ങന്മാർ ആരാണ് പ്രാർത്ഥിക്കണത്, ഒരാളെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്ത് കുടുംബത്തെ പ്രാർത്ഥിക്കണത്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആളായിട്ട് കുടുംബത്തിൽ നിൽക്കണത്, അവർ വീഴരുത്. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്തോസ് 10:12. 1 കൊരിന്ത്യസ് 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. വീണ് കിടക്കുന്നതിനെ കുറിച്ച് ദൈവം അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കണം. അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. വീണ് കിടക്കുന്നതിന് അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് നിസ്സാര കാര്യമല്ല. ദൈവം നിൽക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ക്യാമറ ഈ നിൽക്കുന്ന ആളിലേക്കാൻ തിരിയാണ്. വീട് കിടപ്പുണ്ട്, അവൻ ശവമായി പോയി. അവിടെ ഒരുത്തൻ നിപ്പുണ്ട്, അവൻ്റെ അമ്മ സ്പോൺസർ, അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊരു അമ്മ നിപ്പുണ്ട്. ദൈവത്തിൻ്റെ കണ്ണെപ്പോഴും ഈ നിൽക്കുന്ന അമ്മയിലാക്കാണ്. അതിലെന്താ പറയണത്? നീ നിൽക്കുകയാണിപ്പോൾ, പക്ഷെ നിൽക്കുന്നതെന്ന് കരുതുന്ന നീയും വീഴാതെ നോക്കണം എന്ന് പറയും. പ്രാർത്ഥിക്കുക. കർത്താവേ, വിശ്വാസത്തിലെ, ദൈവസ്നേഹത്തിലെ, പ്രത്യാശയിലെ നിൽക്കുന്നുവെന്ന് കരുതുന്ന ഞാൻ വീഴാതിരിക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പൊൻകരങ്ങളിലെ എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വീണ് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുപോയെന്ന് കരുതരുത്. വീണ് പോയവന് നീ നിന്റെ പഴയ ഫയലിൽ എക്സ്ട്രാ കരിക്കുലം എല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരു കരുണ തോന്നാൻ സാധ്യതയുണ്ട്. വീണ് പോയാൽ അവിടെ കിടന്ന് ചത്തുപോകണമെന്ന് നീ വിചാരിക്കരുത്. വീണ് പോയെങ്കിൽ ഇപ്പം ആൽബിൻ്റെ കാര്യം എന്താ? ആൽബിന് വീണ്ടും അവൻ 2019 പരീക്ഷ എഴുതും. 3 കൊല്ലം പഠിച്ച് ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ഇതൊന്നുമില്ലാതെ പഠനം തന്നെ എടുത്തിട്ട് 2019 6 കൊല്ലം ദൈവമില്ലാത്തൊരു ജീവിതം അല്ലേ. 2019 പോയി പരീക്ഷ എഴുതും. 16 തോറ്റു, 19 ഒരു റാങ്കിന് തോറ്റു.
അപ്പോൾ പുള്ളിക്കാരൻ പറയണത് എനിക്ക് ഡെലീരിയമായി പോയെന്നാണ് പറയണത്. പനി ബാധിച്ചിട്ട് ഡിപ്രഷൻ കയറി ബോധം പോയി. ഞാൻ പിന്നെ മുറി അടച്ചിട്ട് ഭ്രാന്തായിട്ട് അകത്തിരിക്കുകയാണെന്ന്. ആ പ്രശ്നത്താ നമ്മൾ ദൈവത്തിൻ്റെ ദൈവിക കൃപ കുറയുന്ന അനുസരിച്ച് കൊണ്ട് മസിൽ പവറിലും മണി പവറിലും സ്വന്തം കഴിവ് ആശ്രയിച്ച് മാത്രം പരാജയം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡായി പോയി കഴിഞ്ഞാൽ പരാജയ പ്രശ്നം നമ്മളെ താങ്ങാൻ ആരുമില്ല. ഇവന് ഡിപ്രഷനായി. അപ്പോൾ അവൻ പറയും എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന മണ്ണാൻ കെട്ടാം. അങ്ങനെയാണ് സംഭവം. ഈ നശിച്ചവന് എല്ലാം ഇതുപോലെയുള്ള ചിന്ത വരത്തുള്ളൂ. സൈക്കോളജിസ്റ്റ് മോശമാണെന്ന് പറഞ്ഞില്ല. കാരണം അവൻ്റെ പ്രശ്നം സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ല പ്രശ്നം തീരണത്. അതാണ് വിഷയം. സൈക്കോളജിസ്റ്റും കൗൺസിലൊക്കെ നല്ലതായിരിക്കും, പക്ഷെ അവൻ്റെ വിഷയത്തിൽ ഹീൽ ചെയ്യാൻ അവനെ തൽക്കാലം ഡിപ്രഷനിൽ നിന്നൊന്ന് ഉയർത്തി നിർത്താം. പക്ഷെ അവൻ്റെ പ്രശ്നം അതല്ലല്ലോ, അവൻ്റെ ജീവിതം വീണ്ടെടുക്കുകയല്ലേ. നമ്മുടെ മാനസിക നില വീണ്ടെടുക്കുന്നത് മേ ബി ഇറ്റ് ഇസ് എ ഗുഡ് തിങ്. പക്ഷെ അവൻ്റെ പ്രശ്നം അതല്ല, അവൻ്റെ ജീവിതം വീണ്ടെടുക്കണം. ഇപ്പോൾ അവൻ സംസാരിക്കുന്നില്ല ആരോടും, ഡിപ്രസ്ഡായിട്ട് മുറിയും പൂട്ടി അകത്തിരിക്കുകയാണ്. ആരെന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും ആര് എന്നെ രക്ഷിക്കുമെന്ന്, ആരെന്നെ രക്ഷിക്കും. ഇപ്പോൾ നമ്മൾ പല കാര്യം പറയും. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാം, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് പറയാം. കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ചോദിക്കണ ഒരു ചോദ്യമാണ്, ആരെന്നെ രക്ഷിക്കും? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 7:24. റോമ 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇതാണ് ദുർഭകനായ മനുഷ്യൻ. എന്താ കാര്യം? 2016 എഴുതി തോറ്റു, ഒരു റാങ്കിന് തോറ്റു. വീണ്ടും 3 കൊല്ലം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു, പഠിച്ചു, പരീക്ഷ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു പരീക്ഷ എഴുതി. വീണ്ടും 2019 തോറ്റു, ഡിപ്രഷനായി, മുറിയടച്ചിട്ടു, മിണ്ടാണ്ട് അവിടെ ഇരിപ്പാണ്. എന്നെ ആര് രക്ഷിക്കും? ഞാൻ ദുർഭകനായ മനുഷ്യൻ. പറഞ്ഞേ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലെ മരണത്തിന് അധീനമായ ഈ ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കാത്തവരാരുമില്ല. ആരെന്നെ മോചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഒരു പുസ്തകം മാത്രമേ മറുപടി. അതാണ് ജീവിതത്തിൽ ജപ്തി ആയാലും, ബിസിനസ് തകർച്ചയായാലും, പരീക്ഷ തകർച്ചയായാലും, ആരോഗ്യ തകർച്ചയായാലും ചില സമയത്ത് തകർന്നു പോകാം. അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? ആരെന്നെ മോചിപ്പിക്കുമെന്ന് മനുഷ്യരാശിയുടെ ഒപ്പം പക്ഷം നിന്നുകൊണ്ട് ചോദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ആരെന്നെ മോചിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ് ബൈബിൾ. ബൈബിളിനൊരു കയ്യടി കൊടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ആവലാദികൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞങ്ങൾക്ക് തരുന്നത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമക നിൻമൊഴിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? അടുത്ത ഒരു വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാണ് മോചിപ്പിക്കണത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മോചനത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. ഇവൻ പറയണത് എന്താ? ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയി കാണണം. എനിക്ക് ഏതാണ് നല്ല സൈക്കോളജിസ്റ്റ് ടൗണിലുള്ളത്, ആരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരണത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് ദൈവം വരും. എന്താണ്? മൊബൈലിലൂടെ തന്നെ വരും. ഇതാണ് വഴി,
നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. 30:21. ഐസയ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. നീ അനുഗമിക്കണ ദൈവവും നിന്നെ അനുഗമിക്കണ ദൈവവും. സ്പിരിച്വാലിറ്റിയിൽ 2 സെക്ഷനുണ്ട്. ഒന്ന് നിന്നെ അനുഗമിക്കണ ദൈവം. നീ തകർച്ചയിൽ വീണ് പോകുമ്പോൾ കോരിയെടുക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന നിന്നെ കോരിയെടുക്കണ ദൈവം, നിന്നെ അനുഗമിക്കണ ദൈവം. രണ്ടാമത്തെ എന്താണ്? നീ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നീ അനുഗമിക്കണ ദൈവം. അതാണ്. അപ്പം നമ്മുടെ പിന്നിലാണ്. ഇപ്പം സ്വരം കേട്ട എന്താണ്? നീ ഇടത്തോട്ടോ ആരെന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോഴേ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. കണ്ടാ, പിന്നിൽ നിന്നുള്ള സ്വരം ദൈവം വരിക. ഈ പിന്നിൽ നിന്നുള്ള സ്വരം ഇവൻ എങ്ങനെയാണ് കേൾക്കണത്? അവനങ്ങനെ മൊബൈൽ മറിച്ച് നോക്കുമ്പോൾ ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. ആ സാധനം ദൈവത്തിൻ്റെ സ്വരമാണ്. ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. അപ്പോൾ അവൻ അവിടെ മുറി തുറന്നിട്ട് അവനത് ക്ലിക്കാവും. ഇവൻ ആരാ തിരക്കിയത്? ആരാ തിരക്കിയത്? ഒരു സൈക്കോളജിസ്റ്റാണ് തിരക്കിയത്. അങ്ങനെ ദൈവം സൈക്കോളജിസ്റ്റല്ല കൊടുക്കുന്നത്, ഒരു ഉടമ്പടി സാക്ഷ്യമാണ് കൊടുക്കുന്നത്. അത്രയുമാണ് മതി. അത് സുവിശേഷമാണ്. ഇന്നത്തെ കേരള ജനതയുടെ മനസ്സിലുള്ള ഒരു ആശയമാണ്. എന്താണ്? കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അത്രയും മാത്രം. ദിസ് ഈസ് ദ പ്രൈമറി ഫസ്റ്റ് ഹാൻഡ് നോളജ്. ഇന്നത്തെ മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നോഷൻ ഓഫ് റിഡംഷൻ. കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇത് കേട്ടപ്പോൾ ഇവർ ഭയങ്കര സന്തോഷമായി. അവരെന്താ പറയണത്? എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് മാതാവിനോട് ഭയങ്കര ബന്ധമായിരുന്നെന്ന്. ഇപ്പോഴല്ല, പണ്ട്. എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് മാതാവിനോട് ഭയങ്കര അടുപ്പമാണ്. എന്താ കാര്യത്തിൽ? ഞാൻ പണ്ട് വല്ലാർപാടം പള്ളിയിൽ എല്ലാ സന്ധ്യയ്ക്കും പോയി മാതാവിനെ കാണുമായിരുന്നെന്ന്. ഇതാണ് എക്സ്ട്രാ കരിക്കുലം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത്. കരിക്കുലത്തിലില്ല, ഈശോയിൽ അവന് വിശ്വാസം അടുപ്പമില്ല. പിന്നെ എന്താണ് എക്സ്ട്രാ കരിക്കുലം നമ്മൾ ചെയ്യുന്നത്? അതായത് എന്തുകൊണ്ട് വൈ വി പ്രൊമോട്ട് മേരി? എന്താ കാര്യം? എന്താണ്? സാധാരണ മനുഷ്യന് വീണുപോയവന് താങ്ങാൻ അമ്മയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പം അന്ന് അമ്മയുമായിട്ട് ഒരു കാലത്ത് ഇവനൊന്ന് പച്ചപ്പിടിച്ച് വരുന്ന പഠനകാലങ്ങളിൽ അമ്മയുമായിട്ട് ഇത്തിരി അടുപ്പം ഉണ്ടായിരുന്നു. അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇവൻ ചത്തതുപോലെ കിടക്കുകയാണെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മ ആ ഉടമ്പടി ധ്യാനം കാണിച്ചു കൊടുത്ത ആദ്യം. അമ്മ വന്നെ വരവ് കണ്ടില്ലേ? ആളെ പതുക്കെ ഈ ആളെ ടേക്കപ്പ് ചെയ്യാൻ പോയി. ഇവൻ 0 ആയിപ്പോയി. സൈക്കോളജിസ്റ്റിനെ കാണുന്നത് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക്, ഡിപ്രഷൻ മൂഡിലേക്ക് തൻ്റെ മകൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ അവൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു, ഉടമ്പടി. അപ്പോൾ അന്ന് പോലെ അവൻ്റെ മനസ്സിൽ തോന്നി മാതാവിൻ്റെ അടുത്ത് വരണം, ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ട്. പറയും, ഉടമ്പടിയൊന്നും എടുത്താൽ എനിക്ക് പറ്റത്തില്ല, കാരണം കേൾക്കുമ്പോൾ ഭയങ്കര പാടാണല്ല. ഉടമ്പടി ജഡിക മനുഷ്യന് ഭയങ്കര പാടാണ്. എനിക്ക് ആദ്യം ദൈവം ഉടമ്പടി തന്നപ്പോൾ ജഡിക മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടി ചെയ്തത്. അല്ല എല്ലാത്തിനും വരച്ചു വാരി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് അല്പമെങ്കിലും തീപ്പൊരിയുള്ളവൻ ഊതിക്കത്തിച്ച കത്തണ കക്ഷികൾക്ക് മാത്രമാണ് ഉടമ്പടി അന്നും ഇന്നും സംലഭ്യമായിരിക്കുന്നത്.
എന്ന് വെച്ചാൽ കൈനനയാതെ, ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ, ദൈവത്തിൻ്റെ സാക്ഷിയാകാതെ, സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഈ സ്വർഗീയ അവകാശത്തെ പങ്കാളികളാകരുത് എന്നുള്ള ബോധമാണ് അമ്മ എനിക്ക് ഈ ഉടമ്പടി പുസ്തകം എഴുതുമ്പോൾ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള ബേഡൻസ് വെച്ചിട്ടുണ്ട്. എന്താണ്? കൃപാസനം പത്രം കൊണ്ട് നടന്ന് കൊടുക്കണം, മഴയത്തും വെയിലത്തും. പോരെ പരിപാടി. നാണം കട ഇതിനേക്കാൾ വലിയ കാര്യം എന്തുണ്ട്? ഒരു മനുഷ്യൻ നാണവും മാനവും ഉള്ളവനാണ്. അവനെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാത്ത അതിബോധ്യങ്ങളുണ്ടെങ്കിൽ അവന് ഉടമ്പടിയിൽ പങ്കുണ്ടാകരുതെന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കണത്. അല്ല വഴിയെ പോയുള്ളവന് കയറി ഇതിൻ്റെ അകത്ത് പണിയാനൊന്നും പറ്റത്തില്ല. അതായത് ദൈവത്തോട് അല്പമെങ്കിലും അടുപ്പമുള്ളവനെ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവസ്നേഹം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ദൈവം ആദ്യം ഉടമ്പടി തന്നത്. അതുകൊണ്ട് തന്നെ രോഗികളെ പോയി കാണണം. അപ്പോൾ അവൻ ചോദിക്കും, രോഗികളെയും കാണണം. ഇനി ഏത് രോഗികളെ കാണാനാണ്? രോഗികളെ ഞാനെങ്ങനെ കാണും? വീട്ടിൽ തന്നെ രോഗമുണ്ടെങ്കിൽ അവന് ഭയങ്കര പ്രയാസമാണ് ഈ രോഗികളുടെ അടുക്കണത്. സുഖപ്പെട്ട് വരട്ടെ എന്നുള്ള രീതിയിലല്ലാതെ അവരെ പരിചരിക്കുക, അവരോട് ചോദിക്കുക. നമുക്കറിയാമല്ലോ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. നല്ല വീട്ടിലെ ക്ഷമ, സഹനം, കരുണ, നന്മയൊക്കെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയുടെ വിഷമങ്ങൾ ഇരട്ടിക്കുള്ളൂ ശരിക്കും. കാര്യം നമ്മളിങ്ങനെ അവരുടെ പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നേച്ചും പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് മൂത്രമൊക്കെ കഴുകിയൊക്കെ മാറ്റിയിട്ട് വീഴുമ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് പോയി കിടക്കണം കാണാം. അത് പിന്നെ ഒരു കണക്കിന് റബ്ബർ ഷീറ്റ് ഇട്ടുവെച്ചും നമ്മൾ ആ തോർത്ത് കൊണ്ടുപോയി വാഷ്റൂമിൽ ഇട്ടുവെച്ചും ഈ പണ്ടാരത്തിന് ചാകാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ ഓർക്കാതെ ഒരു രോഗി മരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബങ്ങളുടെ അവസ്ഥ. പക്ഷേ ഈ രോഗിയുടെ വിശുദ്ധീകരണമല്ല ഉദ്ദേശിച്ച ദൈവം. ഈ രോഗിയെ നോക്കാൻ വേണ്ടി ഒരാളവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ക്ലാവ് പിടിച്ച ക്രിസ്ത്യാനിയെ, അവൻ എന്ത് ജാതിപ്പെട്ടവനായാലും, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ആരാ? ക്രിസ്തുവിന് വേണ്ടി. അവൻ ചിലപ്പോൾ മാധവൻ എന്ന കാർത്തികനായിരിക്കും പേര്, പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനിയായിരിക്കും, ദൈവത്തോട് വിശ്വാസമുള്ള ആളായിരിക്കും. അവരുടെ ഉള്ളിൽ വല്ല ക്ലാവ വല്ലതും ആത്മാവിനുണ്ടെങ്കിൽ ദൈവം തേച്ച് മിനുക്കി വെളുപ്പിക്കണ കാലമാണ് ഈ രോഗികളൊക്കെ വീട്ടിൽ കിടക്കണ കാലം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഉടമ്പടി വിളക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ തിളങ്ങി നിൽക്കണത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ തിളങ്ങി അങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ലോ. ഇതിനെ കൊണ്ടൊക്കെ കഴുകും കുറച്ച് കഴിയുമ്പോൾ ചേച്ചിമാർ കൊണ്ടുപോയി ബ്രാസോയിട്ടൊക്കെ പിടിപ്പിച്ച് ഉരപ്പിച്ച് ഇതിൻ്റെ കഷ്ണമൊക്കെ ഊരിയെടുത്തിട്ട് കൊണ്ട് മിനുക്കി പണി ചെയ്യണത്, മിനുക്കി കൊണ്ടുവന്ന് വെക്കണത്. പിന്നെ എറണാകുളത്ത് നിന്ന് ഒരു ചേട്ടായി ഒരു മരുന്നും കൊണ്ടുവരും. ഒരു ദിവസം മുഴുവനും രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം തേച്ച് മിനുക്കും, ചേട്ടായും ചേട്ടായുടെ ഭാര്യയും കൂടി. അവർക്കിതിൻ്റെ പണിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് മിനുക്കി കൊടുക്കണം, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കത്തണ വിളക്കല്ലേ, മിനുങ്ങിയിരിക്കട്ടെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തണ വിളക്കാണ് നമ്മൾ മിനുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുടെ സ്വാർത്ഥതയുടെ, നമ്മളുടെ വൈരാഗ്യത്തിൻ്റെ, നമ്മളുടെ അങ്ങനെയുള്ള ക്ലാവുകൾ ദൈവം കഴുകിക്കളയണത് കുമ്പസാരത്തിലൂടെ അല്ല, മറിച്ച് ഒരു രോഗിനെ വീട്ടിൽ തന്നുകൊണ്ടാണ്. ഒരു രോഗിനെ വീട്ടിൽ തരുമ്പോൾ നിനക്കറിയാമല്ലോ, ഒന്നാമത്തേൽ നിനക്ക് മര്യാദയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? രോഗിക്കുള്ള ഭക്ഷണങ്ങൾ പല വ്യത്യാസമുള്ള ഭക്ഷണങ്ങളായിരിക്കും. പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ മരുന്നും മണവും ഒക്കെ ആയത് കാരണം നിനക്ക് ആ രോഗി കിടക്കണ മുറി കയറിക്കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ ആണ് നീ പുണ്യപൂർണ്ണമായിട്ട് വരണത്. മനസ്സിലായില്ലേ? പണിയാണേ, നിസ്സാരമല്ല. കൃപയുടെ വഴികൾ അങ്ങനെയാണ് വെച്ചിരിക്കണത്. അല്ലാതെ ആരും ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല. കുരിശുരൂപം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഇതിന്. കഷ്ടപ്പെട്ട് തന്നെയാണ്, പാപത്തിന് പരിഹാരം ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെയൊക്കെയൊന്നും ചോദിക്കും. കർത്താവ് എനിക്ക് വേണ്ടി തൂങ്ങി മരിച്ച് കഷ്ടപ്പെട്ട് പങ്കപ്പാട് അനുഭവിച്ചല്ല എന്നിങ്ങോട്ട് എൻ്റെ ഓഹരി തരാൻ പറഞ്ഞാൽ പറയും, നീ അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും, നിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും, നിൻ്റെ പേയ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം. വേറെ ആരുടെ നാമത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ചേട്ടായി നിങ്ങളെ ഓർത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത്. ഭയങ്കര പാടാണ് കേട്ടോ.
നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കണം ഞാനാണ്. കാര്യം 3 കുഞ്ഞുങ്ങളുണ്ട്, ഒരു തള്ളയും. ഭർത്താവ് വീട്ടിലില്ല. അമ്മായി അമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ തക്കത്തിന് അവർ സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കുകയാണ്. മനപ്പുറം പോയതാണെന്ന് നമുക്കറിയാം, അവർക്കും അറിയാം. പക്ഷെ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവർക്കിടെ കുഞ്ഞുങ്ങൾക്ക് പോയി നോക്കേണ്ടത് ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ചിന്ത. ഇങ്ങനെ അഴുക്ക് പിടിച്ച ചിന്തകളുമായിട്ട് ജീവിക്കുന്ന അമ്മായിയമ്മമാരും ഉണ്ട്, മരുമക്കളുണ്ട്. അമ്മാമ്മയൊക്കെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ അതൊക്കെ ഇവിടെ നിന്നാൽ ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന് ചോദിച്ചാൽ മരുമക്കൾ കിട്ടിയ വണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ പോകണം മക്കളുണ്ട്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ വിളിച്ച് ചോദിക്കും, ചത്താ കവി ചത്താ എന്നൊക്കെ ചോദിക്കും. ഈ ആൾക്കാർ ഉടമ്പടി എടുത്താൽ ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഉടമ്പടി എടുത്ത കാര്യം നമ്മുടെ മനസ്സ് ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ വ്യക്തികൾ എപ്പോഴും ദൈവ സ്വഭാവം ക്രമേണ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ, അല്ല ഒടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വീട്ടിൽ എൻ്റെ ആത്മാവ് വെട്ടിത്തിളങ്ങാൻ ദൈവം സ്ഥാപിച്ചിരിക്കണ വിശുദ്ധീകരണ സാഹചര്യങ്ങളോടെ ദൈവ സ്നേഹത്തോടെ സമീപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട എല്ലാ സഹന സാഹചര്യങ്ങളെയും കൃപയാക്കി മാറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, അച്ഛൻ പറയുന്ന കുഞ്ഞുക്ക് മനസ്സിലാണില്ലേ? ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ അനുതാപം ഉണ്ടാകണം. ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ, ഈ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അനുതാപം ഉണ്ടാകണത്? ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാവും. ഈ അനുതാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അനുതാപത്തിന് ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും. ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യും. നമ്മളെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം നിങ്ങളുടെ വഴിക്ക് വിധിക്ക് വിട്ടേക്കാം. പക്ഷേ ദൈവം അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൊടുക്കും. ഇപ്പോൾ ആൽബിൻ അങ്ങനെയാണ്. ആൽബിൻ എന്താണ്? ഇവൻ ദൈവത്തെ മറന്ന് ജീവിച്ച ആളാണല്ലേ. പള്ളിയില്ല, പട്ടക്കാരുമില്ല, കുടുംബപ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ഒന്നുമില്ലാതെ അത് വിളിച്ചിട്ടും പോകാതെ 6 കൊല്ലം അതിനേക്കാൾ വലുതാണ് എൻ്റെ പഠനത്തെ ദൈവമായിട്ട് ആരാധിച്ച ആളാണ്. ഭയങ്കര വിഗ്രഹാരാധകനാണ്. ഇപ്പം നിങ്ങളോർക്കും വിഗ്രഹമാണെന്ന് പറയണം വിശുദ്ധ രൂപങ്ങളെ വണങ്ങണമല്ല. ഇതൊരു സ്മരണയിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ വണക്കങ്ങൾ ആചരിക്കുന്നതാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പഠനം വന്നാലും, നിൻ്റെ കാനഡ വന്നാലും, നിൻ്റെ ബിസിനസ് വന്നാലും വിഗ്രഹമായി. അതാണ് വിഗ്രഹാരാധന. ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് വരണത് നീ നോക്കണം. ഇപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് വിളിച്ചപ്പോൾ പോയില്ല. എന്താ കാര്യം? എനിക്ക് ഉദ്യോഗസ്ഥന് പഠിക്കാനുണ്ട്. അപ്പോൾ ആരാണ് ദൈവം? അവൻ്റെ പഠനമാണ് പലത് ദൈവം എന്ന് പറയണത്. അവൻ്റെ പഠനമാണ് ദൈവം. അപ്പോൾ ഈ പഠനമാണ് ദൈവം, പഠനം വഴി കിട്ടണ ഉദ്യോഗമാണ് ദൈവം, അവൻ്റെ സ്റ്റാറ്റസാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ്? അവനാണ് ദൈവം എന്ന് എൻ്റെ അർത്ഥം. കാര്യം പഠിച്ചാൽ എന്ത് കിട്ടും? ഉദ്യോഗം കിട്ടും. ഉദ്യോഗം കിട്ടിയാൽ എന്ത് പറ്റും? സ്റ്റാറ്റസ് കിട്ടും. ആർക്കും സ്റ്റാറ്റസ് കിട്ടും? നമുക്ക്. അപ്പോൾ ആരാണ് ദൈവം? നമ്മൾ. അവനവൻ കടമയാണ് ഈ സംഭവം. അവനവനാണ് ദൈവം എന്നാണ് പറയണത്. നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് വേറെ എന്തെല്ലാം വസ്തു, വീട്, ചില ചേട്ടത്തിമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വരും. അച്ഛാ, ഒരു കച്ചവടം നടത്തണം, ഒരു കാശുരം ബെഞ്ചരിച്ച് കാഷ് ബോക്സിൽ ഇടണം. ഞാൻ പറഞ്ഞ കാഷ് ബോക്സിലൊക്കെ ബെഞ്ചരിച്ചൊക്കെ തരാം. പക്ഷേ ഈ കച്ചവടം നിങ്ങൾ അവസാനം ദൈവമാക്കരുത്. കാര്യം ഇപ്പം അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റണുണ്ടേ. അവരുടെ ഒരു ചിന്ത എന്ന് പറയണത് ഒരു റോഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഭാഗത്തേക്ക്. അപ്പം നമ്മൾ കച്ചവടം ഇട്ടില്ലെങ്കിൽ എലിസിക്കുട്ടി നേരത്തെ പോയി കച്ചവടം ഇച്ച് പാസ്സാക്കി നാട്ടുകാരെല്ലാം ഉള്ളിയും മുളകും പുളിയൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. അവിടെ പറ്റുപടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചക്കളി ഇവിടെ വരത്തില്ല.
അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് ഒരു നേരം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളേക്കാൾ 10 പൈസ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടെന്നും കടമിടണ്ടെന്നും അല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നാളെ എൽസിക്കുട്ടിക്ക് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച മുടക്കിക്കൊണ്ട് കടയും തുറന്നുകൊണ്ടിരിക്കുന്നതല്ലേ പറയണത്. മനസ്സിലായില്ലേ? ഒത്തിരി കടക്കാർ നശിച്ചു പോയതിൻ്റെ കാരണം, ഒത്തിരി പശുക്കൾക്ക് രോഗം വന്ന് ചത്തുപോയതിൻ്റെ കാരണം ഈ പാല് കറക്കാനും കറവെടുക്കാനും കുഞ്ഞുങ്ങളെ തീറ്റാനും കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടാനും വേണ്ടി കൃപയെ നിങ്ങൾ ഈട് വെച്ച് കൊടുത്തു എന്നാണ് എൻ്റെ അർത്ഥം. അവർ തിരിച്ചു വരാൻ വേണ്ടി നോൻപ് കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി നിർത്തുപേക്ഷിച്ചുകൊണ്ട് ഈ അടുക്കിലേക്ക് നോമ്പുകാലത്ത് തിരിച്ചു വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാ. കടപ്പുറത്ത് ഒത്തിരി കത്തോലിക്കർക്ക് പണി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ അടുത്ത ഇടപെടെ പേരൊന്നും പറയത്തില്ല, അവർ വണ്ടി പിടിച്ചോടെ തന്നെ തല്ലിച്ചും പോകും. അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഞാൻ 2ാമത്തെ കുർബാനയാണ് ചെല്ലിയത് ആ പള്ളിയിരിക്കുമ്പോൾ. അപ്പോൾ 2ാമത്തെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു 10-11 മണിയാവും പിള്ളേരുടെ കുർബാനയാണ്. അപ്പോൾ ചില ആൾക്കാർ പേരൊക്കെ ആയിരിക്കുമ്പോഴും അയാളുടെ മുഖം വരെ ഉണ്ട്, ഇന്നാളെ മരിച്ചു പോയ കക്ഷി. അപ്പം അയാൾ വന്ന് പള്ളിയുടെ വാതിക്കെ എന്ന് വെച്ച് അകത്ത് നിൽക്കുന്നവരെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഇതിങ്ങനെ എൻ്റെ അർത്ഥം എന്താ അറിയാവാ? ചെമ്മീൻ കടലിൽ വന്നിട്ടുണ്ടെന്നാണ്. അപ്പം തന്നെ ഇവർ മുടും കൊട്ടിക്കൊണ്ട് ഒറ്റ ഓട്ടം ഓടും പള്ളിയുടെ തിരുന്ന പാർട്ടിയെ. ഇപ്പം ആ കാലം മാറി. ഇപ്പം വിശ്വാസത്തിലാണ് ആൾക്കാർ ജീവിക്കണത്. ഞാൻ 10 കൊല്ലം കടലിൽ ജോലി ചെയ്തത് ഈ ഒരു കാര്യം കാരണമാണ്. ജനങ്ങൾ പെരുന്നാളും പടയനെയും കാണിച്ച് പള്ളിയിൽ കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നവർ ജീവിക്കാം. ഇത് അവർ മാത്രമല്ല, കേരളത്തിൽ പരക്കെ ഉള്ള ഒരു പ്രശ്നമാണത്. ഇപ്പം എന്താ സംഭവിക്കുക? നമ്മൾ ആരെങ്കിലും ചിലർ പറയും, അപ്പം ഞാൻ പറഞ്ഞിടാ നിന്നെ ഞായറാഴ്ച കുർബാന കണ്ടില്ലല്ലോ. അപ്പോൾ അവർ പറയും, അച്ഛാ അരേമാർക്ക് ഭയങ്കര കോരാരെന്ന് പറയും. അരേമാരുന്ന് അരേ സമുദായത്തിൽപ്പെട്ട സംഘം, അവർക്ക് ഞായറാഴ്ച ഇല്ലല്ലോ. അപ്പം അവർ മീനും കൊണ്ട് വരുമ്പോൾ അവർക്ക് നല്ല വില കിട്ടും. അപ്പോൾ ഇവനത് കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഇവനും തള്ളിപ്പോകും കുർബാനക്ക് കൂടാതെ. അപ്പോൾ ഈ പ്രലോഭനം എന്ന വഴിക കണ്ടില്ലേ? അപ്പോൾ ഏതെങ്കിലും ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യസ്ഥമില്ലാത്ത ആൾക്കാർ അവർ കാണിക്കുന്ന കാട്ടായങ്ങളുടെ കൂടെ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് അതേ ചാവിൽ തന്നെ ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യതയുള്ള നമ്മളും കൂടി ചെല്ലുമ്പോഴേ ഇങ്ങനെ കുറച്ച് ജീവൻ പോയി നമ്മളിപ്പോൾ ആൽവിനെ പോലെയാവും. മുറി അടച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാവും. അങ്ങനെയാണ് ആൾക്കാർ ദൈവിക ജീവൻ എന്നാണ് പറയണത്. അത് നഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും ചെയ്യാതെ അങ്ങനെ ഒരു വചനമുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 78-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തനം 78:10. അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. പ്രശ്നം ഇവിടെ ഉടമ്പടി എടുത്താലും ചില ആൾക്കാർ എന്ത് ചെയ്യും? ഞാനിവിടെ ഇന്നലെയൊക്കെയാണ് 990 ഉടമ്പടിയൊക്കെ നടന്നത്. ഇന്നലെ 900 ഉടമ്പടി നടന്നു ഇന്നലെ. അപ്പം ഇതെല്ലാം ഞാനിവിടെ കാണുന്നുണ്ട്. ആൾക്കാരിങ്ങനെ ഉത്സവത്തിന് വന്ന പോലെ വെട്ടിയാർത്ത് കയറി ഉടമ്പടിയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാനൊരു ദൈവമേ, അതായത് ചിലർ മാത്രം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചന ചെയ്ത് ദൈവത്തോടൊരു ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആണെന്നുള്ള ബോധ്യത്തിൽ നിശബ്ദതയിൽ ആന്തരിക ആധ്യാത്മിക ചൈതന്യത്തോടുകൂടി ചെയ്യും. ചിലർ അങ്ങനെ ഈ ഒന്നിൻ്റെ കൂടെ ഇങ്ങനെ പോരുമല്ലോ. ഇപ്പം ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു നല്ല ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മൺസൂൺ കാലവർഷമല്ലേ. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ആലുവ ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ പോയി നിൽക്കും. പെരിയാർ അരിയിൽ കൂടി ഒഴുകുകയാണ്. അപ്പോൾ ഈ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും. ഒഴുക്കിൻ്റെ കൂടെ വലിയ മരങ്ങൾ, പല സാധനങ്ങൾ ഒഴുകിപ്പോ, വീട്ടുപകരണങ്ങളൊക്കെ ഒഴുകിപ്പോണ കാണാം.
മരിച്ച മനുഷ്യർ ഒഴുകിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പെരിയാറ്റിൽ കൂടി. ആരും കാണാതെ ഒഴുകിപ്പോകും. വള്ളക്കാരിങ്ങനെ കാണുന്നതിനെ കൂവും അവർ തുഴഞ്ഞു കുത്തിക്കൊണ്ടുപോയ വള്ളക്കാർ ഈ ശവം കമന്ന് കിടന്ന് ഒഴുകണ കണ്ട കൂവും. പക്ഷേ ഇങ്ങനെ കൂവാൻ പോലും ആരുമില്ലാത്ത കുറേ ക്രിസ്ത്യാനികൾ ശവങ്ങളായി കമന്ന് കിടന്ന് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലത്ത് കാണുന്നത്. എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ ആ തിന്മകളെ അനുകരിച്ചുകൊണ്ട് അവിടെ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകിപ്പോകും. ഇപ്പം മറ്റുള്ളവർ ഞായറാഴ്ച ആചരിക്കണില്ല, അപ്പം ഞാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരിക്കാതെ ഞാനും അങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ദൈവിക ജീവൻ കുറഞ്ഞ് അവസാനം ആൽബിനെ പോലെ മുറിയടച്ചിട്ട് 6 കൊല്ലമല്ലേ ദൈവത്തെ മറന്ന് ജീവിച്ചത്. പക്ഷേ അമ്മയാണ് ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. പണ്ട് അമ്മയുമായിട്ട് അവനൊരു റിലേഷൻ ഉണ്ടായി, അമ്മ അത് മറന്നിട്ടില്ല. ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഞാൻ ആ സാക്ഷി എടുക്കാൻ കാര്യം അതാണ്. ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം, പഴയ ഒരു സേവിങ് അക്കൗണ്ടിൽ കുറച്ച് തുക കിടപ്പുണ്ട് അമ്മയുടെ പേരിൽ. അമ്മ അത് സൂക്ഷിച്ചിട്ട് ഇവൻ മരിക്കാൻ അനുവദിക്കാതെ ഇവനെ രക്ഷിക്കാൻ പോയിണിനി. അതാണ് അമ്മയെന്ന് പറയണത്. ചില പിതാക്കന്മാർ ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് ചോദിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കൃപാസനം? ദ പ്രൊമോട്ടിങ് മേരി ആസ് എ ഗോഡ്, ഇസ്ൻ്റ് ഇറ്റ്? യു ആർ നോട്ട് സീയിങ് ഇറ്റ് എന്നൊക്കെ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് ആരാണ്ടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിനെ ദൈവമായിട്ട് അറിയാം. ദൈവത്തെങ്കിലേക്ക് ഒരു വഴിയായിട്ട്, ഒരു വിളക്കായിട്ട് അമ്മ മാതാവിനെ കണ്ണ് കാണാത്തവന്, മുമ്പിൽ വഴിയില്ലാത്തവന്, ഇരുട്ട് മാത്രം അവകാശമായവന് കൊളുത്തി കൊടുത്തിട്ട് കൂടെ നടക്കുന്ന പരിപാടിയാണ് ഉടമ്പടി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പിതാവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടും ജീവിതം ധന്യമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന.